എല്ലാം നേടിയവനാണെന്ന് അഹങ്കരിച്ചപ്പോ അല്ലാഹു തരം താഴ്ത്തിയില്ലേ മസലുഹു കമസലിൽ കൽബി, അവന്റെ ഉദാഹരണം നായെ പോലെയാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? പഠിത്തം കുറഞ്ഞത് കൊണ്ടല്ല, അറിവ് കുറഞ്ഞത് കൊണ്ടല്ല, പാണ്ഡിത്യത്തിന്റെ ശ്രേണി കയറാത്തത് കൊണ്ടല്ല, എല്ലാ പടവുകളും കടന്നുപോയി. പക്ഷേ മനസ്സിന്റെ അകത്ത് പടച്ചവന്റെ പൊരുത്തക്കേട് വന്ന് അവസാനം ആ പ്രകാശം അല്ലാഹു ഊരിയെടുത്തില്ലേ? അളമ്പാട് ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരോട് പറഞ്ഞതെന്താ? എന്റെ വീടിന് മുമ്പിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ പെട്ടെന്ന് മുറിച്ചു മാറ്റുക. ബന്ധുക്കളെ ചോദിക്കുന്നു, എന്തിനാണ് ഉസ്താദേ, എന്തിനാണ്? ഇവിടെ കുറച്ച് ആളുകൾക്ക് നിൽക്കാനുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടിയാണ്. അല്ലാഹുവേ, മുൻകൂട്ടി അറിഞ്ഞിരുന്നല്ലോ പടച്ചവനെ, മുൻകൂട്ടി അറിഞ്ഞിരുന്നല്ലോ തമ്പുരാനെ. ആ പ്രകാശം ഏറ്റെടുത്തില്ലേ? ആ പ്രകാശം നെഞ്ചിലേക്ക് ഏറ്റെടുത്തില്ലേ? പട്ടിക്കാട് ജാമിയാനൂരിയിൽ ബുഖാരി നിവർത്തി വെച്ച് ദർസ് നടത്തുമ്പോ സാറേ മക്കൾ മരിച്ചിരിക്കുകയാണ്. മക്കളോട് സ്നേഹമില്ലാത്തവരാരാ ഉള്ളത്? ഇന്നെത്ര പ്രാവശ്യമാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ടവളെയും മക്കളെയും വിളിച്ചത് അവരുടെ പരാതി കേൾക്കാൻ. അവനടിച്ചു ഉപ്പ എന്നാ വരിക, എന്തുകൊണ്ട് വരിക? അങ്ങനെ മക്കളെ സ്നേഹിക്കാത്തവരാരാ ഉള്ളത്? മക്കളെ ഇഷ്ടപ്പെടാത്തവരാരാ ഉള്ളത്? ഒരു കുഞ്ഞുകുട്ടിയെ കണ്ടാ മനസ്സിലിന്ന് പോകുന്ന പ്രിയപ്പെട്ടവരെ, സ്വന്തം രക്തത്തിൽ പിറന്ന മക്കൾ മരിച്ചു എന്നറിയുമ്പോ ദർസ് നിർത്തിയിട്ട് ഇറങ്ങിപ്പോകുന്നവരെയല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ? ദർസ് കിതാബ് മടക്കി വെച്ചിട്ട് ഇറങ്ങിപ്പോകുന്നവരെയല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ? എന്റെ മക്കൾ മരിക്കുമ്പോ മടക്കാനുള്ളതല്ല ബുഖാരി എന്ന് പറഞ്ഞു കേരളത്തെ അത്ഭുതപ്പെടുത്തി പോലെ കാളമ്പാടി ഉസ്താദ്. എന്റെ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഒന്ന് വിട പറയുന്നതിന് മുമ്പ് പിറ്റന്ന് മരണപ്പെട്ടു, പിറ്റന്ന് കുളിപ്പിച്ചത് ആലിമീങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അറിയാൻ കഴിഞ്ഞല്ലോ. പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങളിവിടെ